ജനാർദ്ദനക്കുറിപ്പാണ്. നമ്മൾ വാശിയോഗം പഞ്ചതത്വം എന്നുള്ള പുസ്തകത്തിൽ 152 പേജിലെ സിദ്ധൻ സുന്ദരാനന്ദയുടെ ജ്ഞാനസൂത്രം 14 എന്നുള്ള ഗ്രന്ഥത്തിലെ ഓങ്കാരജ്യോതി 5-ാമത്തെ ശ്ലോകം. വാശിയാം എഴുത്തൈ മൂട്ടി മന്ദിര മദനൈ ചൊല്ലത് തേശിയിൽ 2 വൈത്ത് ചിക്കൻ ചിവത്തൈയൊട്ടി മാഷിയാം വഴിയാൻ നോക്കി മനത്തിനാർ തെളിന്ത് പാർക്ക ഊശിപോൽ നിன்ற ജ്യോതി ഉകാരം വന്ദയിത്തു തന്നെ. വാശിയിൽ ഓങ്കാരമന്ത്രത്തെ മേലേറ്റി നമശിവായത്തെ കൂട്ടി മുകളിൽ 2 മാത്ര വെച്ച് ശിവനിലെത്തി അവിടെ നിന്ന് മനസ്സുകൊണ്ട് കൃത്യമായി തെളിവോടെ നോക്കിയാൽ സൂചി പോലെ നിന്ന ജ്യോതി ഓങ്കാരത്തിൽ ഉറച്ചു കാണാം. അനേക കാലം ഇട പിംഗള സുഷുമയിൽ കൂടി ഈ വാശി ഓങ്കാര ശിവവിദ്യ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് പറഞ്ഞത് വാശിയിൽ ഓങ്കാരമന്ത്രത്തെ ഇങ്ങനെ മന്ത്രത്തെ മേലേറ്റി നമശിവായത്തെ കൂട്ടി എന്നിട്ട് നമശിവായ എന്ന് പറഞ്ഞിട്ട് ജപിച്ച് മുകളിൽ സഹസ്രാരത്തിൽ 2 മാത്രം വെച്ച് ശിവനിലെത്തി അവിടെ നിന്ന് മനസ്സുകൊണ്ട് കൃത്യമായി തെളിവോടെ നോക്കിയാൽ കണ്ണും മനസ്സും ആത്മാവും നമശിവായവും പ്രാണനും ഒക്കെ വെച്ചാൽ സൂചി പോലെ എന്ന ജ്യോതി ഓങ്കാരത്തിൽ ഉറച്ചു കാണാം. ഓം എന്നുള്ള ഓം എന്ന് വാശിയിൽ ചെയ്യണം. വലിച്ച് കൃത്യമായിട്ട് തെളിവോട് നോക്കിയാൽ സൂചി പോലെ എന്ന ജ്യോതി ഓങ്കാരത്തിൽ ഉറച്ചു കാണാം. അനേക കാലം ഇട പിംഗള സുഷുമ്നയിൽ കൂടി വാശി ഓങ്കാര ശിവവിദ്യ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വാശി ചെയ്തുകൊണ്ടിരിക്കണം. അനേക കാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ര കാലം എന്നില്ല, അത് നേടുന്നവരെ എന്നർത്ഥം. സൂചി പോലെ നിന്ന ജ്യോതി ഓങ്കാരത്തിൽ ഉറച്ചാണ്. ആ ഓങ്കാരം ജപിച്ചെത്തുമ്പോൾ ആ ജ്യോതി ഉറച്ചു അവിടുന്ന് ജ്യോതി കാണാമെന്നർത്ഥം. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് കാണുന്നവരെ ചെയ്തുകൊണ്ടിരിക്കണം എന്നർത്ഥം. 6 പരമസ്ഥാനം. അപ്പനെ മനൈത്ത യങ്കയൊன்றிൽ வைத்து അറിവാലൈ പരൈ നിലയ്யை യാടിപ്പാർത്താൽ ഒപ്പില്ലാ മണിപന്ത് ചേരുമപ്പ ഉട്ടൊരുളും വെളിപൊരുളും ഒன்றாய் തോണും അപ്പനെ വഴി നിറൈந்து பார்த்தപ്പോൾ ആത്തുമങ്കൾ പെരുവെളിയിൽ നിன்ற വാറും അപ്പനെ തെരിയുമെടാ പരമൻ വീട് ആദിയന്ത ചോതിയൊളിയാകുന്താനേ. മകനെ, മനസ്സിനെ സഹസ്രാരത്തിൽ ഒരിടത്ത് വെച്ച് ചലിക്കാതെ ശ്രദ്ധിച്ചാൽ പരനിലയിലെത്തും. അവിടെ ഓട്ടയില്ലാത്ത രത്നങ്ങൾ വന്നു ചേരും. കൃത്യമായി നോക്കിക്കൊണ്ടിരുന്നാൽ പെരുവെളിയിൽ ആത്മാക്കളെ കാണാനായി. അത് ആദിയും അന്തമില്ലാത്ത ജ്യോതിയുടെ വെളിച്ചമുള്ള പരമസ്ഥാനമാണെന്ന് അറിഞ്ഞുള്ള. സഹസ്രാരത്തിൽ ഒരിടത്ത് വെച്ച് ചലിക്കാതെ ശ്രദ്ധിച്ചാൽ പരനിലയിലെത്തും. പര എന്നുള്ള അവസ്ഥയിലെത്തും. അവിടെ ഓട്ടയില്ലാത്ത രത്നങ്ങൾ വന്നു ചേരും. എന്നുവെച്ചാൽ നല്ല കട്ടിയായിട്ടുള്ള രത്നങ്ങളെ അനുഭവിക്കാൻ പറ്റും. കൃത്യമായി നോക്കിക്കൊണ്ടിരുന്നാൽ പെരുവിളിയിൽ ആത്മാക്കളെ കാണാനായി. അത് ആദിയും അന്തമില്ലാത്ത ജ്യോതിയുടെ വെളിച്ചത്തിൽ പരമസ്ഥാനമാണെന്ന് അറിഞ്ഞുള്ളൂ. പെരുവിളിയിൽ ആത്മാക്കളെ കാണാനായാൽ നഷ്ടം. ആത്മാക്കൾ മരിച്ചുപോയ ആൾക്കാരുടെയാണ് ആത്മാക്കൾ, അല്ല ജീവിച്ചിരിക്കുന്നവരുടെ ആത്മാക്കളെയല്ല കാണാൻ പോകുന്നത്. നോക്കിക്കൊണ്ടിരുന്നാൽ രത്നങ്ങൾ കൃത്യമായി നോക്കിയിരുന്നാൽ പെരുവിളിയിൽ ആത്മാക്കളെ കാണാനായാൽ. പെരുവിളിയും ചിലപ്പോൾ ഒരു പുറത്തുള്ളൊരു സ്ഥലത്ത് നിർത്തം. അത് ആദിയും അന്തമില്ലാത്ത ജ്യോതിയുടെ വെളിച്ചമുള്ള അവിടെയാണ് ആദ്യം അന്തമില്ലാത്ത ജ്യോതിയുടെ പരമമായിട്ടുള്ള നില. അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പരമസ്ഥാനം. പരമമായിട്ടുള്ള ഏറ്റവും ടോപ്പിലുള്ള അവസ്ഥ അതിലാണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കാവുന്ന അവസ്ഥ. നമഃശിവായ.